അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ്, അഖീദ എന്നീ വിഷയങ്ങളിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തത് വുജൂദ് എന്നാണ്. അപ്പോൾ വുജൂദ് എന്നതിനോട് യോജിച്ചത് തുടക്കം ഇല്ലാതിരിക്കൽ എന്നാണോ, അല്ലെങ്കിൽ ഉള്ളവനായിരിക്കൽ എന്നാണോ, സൃഷ്ടികളോട് വ്യത്യസ്തമായിരിക്കൽ എന്നാണോ, അല്ലെങ്കിൽ അന്ത്യം ഇല്ലാതിരിക്കൽ എന്നാണോ, സ്വന്തം നിലനിൽക്കൽ എന്നാണോ? ഏതാണ് ഒന്നാമത്തേതിനോട് യോജിച്ചത്? വുജൂദ്. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ എന്നതാണ്. അപ്പോൾ ഉള്ളവനായിരിക്കൽ എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും യോജിപ്പിച്ച് എഴുതുക. ഇനി രണ്ടാമത്തേത് ഖിദം. ഖിദം എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? തുടക്കം ഇല്ലാതിരിക്കൽ. അപ്പോൾ തുടക്കം ഇല്ലാതിരിക്കൽ എന്നുള്ളതാണ് ഖിദം എന്നുള്ളതിനോട് യോജിച്ചത്. ഇനി മൂന്നാമത്തേത് ബഖാ. ബഖാ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? അന്ത്യം ഇല്ലാതിരിക്കൽ. അപ്പം അന്ത്യം ഇല്ലാതിരിക്കൽ എന്ന് ആ ബ്രാക്കറ്റിൽ നിന്നും ബഖാഇനോട് യോജിപ്പിച്ച് എഴുതുക. ഇനി നാലാമത്തത് മുഖാലഫത്തുൻ ലിൽ ഹവാദിത്ത്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? മുഖാലഫത്തുൻ ലിൽ ഹവാദിത്ത് എന്നതിനോട് യോജിച്ചത് സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തനാകൽ. സൃഷ്ടികളോട് വ്യത്യസ്തമായിരിക്കൽ എന്നുള്ളതാണ് മുഖാലഫത്തുൻ ലിൽ ഹവാദിത്ത് എന്നതിനോട് യോജിച്ചത്. അപ്പം ആ ബ്രാക്കറ്റിൽ നിന്നും സൃഷ്ടികളോട് വ്യത്യസ്തമായിരിക്കൽ എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അവസാനത്തത് ഖിയാമുൻ ബിൻ നഫ്സ്. ഖിയാമുൻ ബിൻ നഫ്സ് എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? സ്വയം നിലനിൽക്കൽ. അപ്പോൾ സ്വയം നിലനിൽക്കൽ എന്നുള്ളതാണ് ഖിയാമുൻ ബിൻ നഫ്സ് എന്നുള്ളതിനോട് യോജിച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം, ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ എത്രയാണ്? അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ എല്ലാവർക്കും അറിയാം അല്ലേ? എത്രയാണ്? 20. അപ്പോൾ വാജിബായ സിഫത്തുകൾ 20. അതുപോലെ വേറെ ഏതായിരുന്നു? മുസ്തഹീലായ സിഫത്തുകൾ 20, പിന്നെ ജായിസായ സിഫത്തുകൾ 1 അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ജായിസായ സിഫത്തുകൾ എത്ര? ജായിസായ സിഫത്തുകൾ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ അവിടെ 1 എന്ന് എടുത്തെഴുതി കൊടുക്കുക. ഇനി അടുത്തത് അള്ളാഹു എല്ലാത്തിനും എന്താണ് വരിക? അള്ളാഹു എല്ലാത്തിനും ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇനി നാലാമത്തത് അള്ളാഹു മാത്രമാണ് ക്ക് അർഹൻ. അവിടെ ക്ക് അർഹൻ എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ആരാധനക്ക് എന്നാണ് അല്ലേ? അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തേത് നോക്കാം, 3 എഴുതാം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രവർത്തനം. ഒന്ന്, അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ. അള്ളാഹുവിന് എത്ര വാജിബായ സിഫത്തുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 20ഓളം വാജിബായിട്ടുള്ള സിഫത്തുകൾ അള്ളാഹുവിനുണ്ട്. അപ്പോൾ അതിൽ നിന്നും 3 മാത്രം അവിടെ എടുത്തെഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഏതെങ്കിലും 3. വഹ്ദാനിയത്ത്. വഹ്ദാനിയത്ത് എന്ന് എഴുതുക. വഹ്ദാനിയത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഏകത്വം. അതുപോലെ ഖുദ്റത്ത്, കഴിവ്. അതുപോലെ ഇറാദത്ത്, ഉദ്ദേശിക്കൽ. അപ്പം നമ്മൾ ആദ്യം ആ 20 സിഫത്തുകളും ഒന്ന് നോക്കാം. വാജിബായിട്ടുള്ള 20 സിഫത്തുകളും നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ നോക്കുക. വുജൂദ്, ഉള്ളവനായിരിക്കൽ. ഖിദം, തുടക്കം ഇല്ലാതിരിക്കൽ. 3 ബഖാ, അന്ത്യം ഇല്ലാതിരിക്കൽ. 4 മുഖാലഫത്തുൻ ലിൽ ഹവാദിസി, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാക്കൽ. 5 ഖിയാമുൻ ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ. പിന്നെ അതുപോലെ 6 വഹ്ദാനിയത്ത്, ഏകത്വം. 7 ഖുദ്റത്ത്, കഴിവ്. 8 ഇറാദത്ത്, ഉദ്ദേശിക്കൽ. 9 ഇൽമ്, അറിവ്. 10 ഹയാത്ത്, ജീവിച്ചിരിക്കൽ. 11 സമഅ്, കേൾവി. 13
അല്ലെ. 12 ബസ്വർ കാഴ്ച, 13 കലാം സംസാരം, അതുപോലെ 14 ഖാദിറുൻ കഴിവുള്ളവൻ, 15 മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ, 16 ആലിം അറിയുന്നവൻ, 17 ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ, 18 സമീഉൻ കേൾക്കുന്നവൻ, 19 ബസീറുൻ കാണുന്നവൻ, 20 മുത്തക്കല്ലിമുൻ സംസാരിക്കുന്നവൻ. അപ്പം ഈ 20 സിഫത്തുകളിൽ നിന്നും ഏതെങ്കിലും 3 മാത്രമാണ് അവിടെ എടുത്തെഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം മുസ്തഹീലായ സിഫത്തുകൾ 3 എഴുതാനാണ്. അതുപോലെ നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ വാജിബായ സിഫത്തുകൾ പോലെ തന്നെ 20 സിഫത്തുകൾ മുസ്തഹീലായിട്ടുള്ള സിഫത്തുകളുമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അദം ഇല്ലാതിരിക്കൽ, ഹുദൂസ് പുതുതാവൽ, ഫനാ നശിക്കൽ, മുമാസലത്തുൻ ലിൽ ഹവാദിസി സൃഷ്ടികളോട് തുല്യമാവൽ, ഇഹ്തിയാജ് അന്യാശ്രയം, തഅദ്ദുദ് ഒന്നിലധികമാവൽ, അജ്സ് കഴിവില്ലായ്മ, കറാഹത്ത് ഉദ്ദേശം ഇല്ലായ്മ, ജഹല് അറിവില്ലായ്മ, മൗത്ത് മരണം, സ്വമമ് കേൾവിയില്ലായ്മ, അമ്മ കാഴ്ച ഇല്ലായ്മ, ബഖം സംസാരമില്ലായ്മ, കൗനുഹു ആജിസൻ കഴിവില്ലാത്തവനാവൽ, കൗനുഹു കാരിഹൻ ഉദ്ദേശം ഇല്ലാത്തവനാവൽ, അതുപോലെ കൗനുഹു ജാഹിലൻ അറിവില്ലാത്തവനാവൽ, കൗനുഹു മയ്യത്തൻ ജീവൻ ഇല്ലാത്തവനാവൽ, കൗനുഹു അസ്വമ്മ കേൾവി ഇല്ലാത്തവനാവൽ, കൗമുഹു അഅമ കാഴ്ച ഇല്ലാത്തവനാവൽ, കൗനുഹു ഐക്കം സംസാരമില്ലാത്തവനാവൽ. അപ്പം അങ്ങനെയുള്ള അതുപോലെ ഇത് ഇവിടെ നമ്മൾ അതുപോലെ അള്ളാഹുവിന് ജായിസായ സിഫത്തുകൾ 1 മാത്രമാണ്. അതേതാണ്? ഫീലുഹു കുല്ലി മുംകിനിൻ ഔ തറക്കഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? മുസ്തഹീലായിട്ടുള്ള സിഫത്തുകളിൽ എത്ര എഴുതാനാണ്? 3 എഴുതാനാണ്. അപ്പം ഇതിൽ ഈ കാര്യങ്ങൾ എന്താക്കുക? ഇതിലേതെങ്കിലും 3 മാത്രം എടുത്ത് അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം എന്താണ്? അർത്ഥം എഴുതാം എന്നുള്ളതാണ്. ഇൽമ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അറിവ്. കലാം എന്നുള്ളതിൻ്റെ അർത്ഥം സംസാരം. ഹയാത്തുൻ ജീവിച്ചിരിക്കൽ. അതുപോലെ ബസ്വർ കാഴ്ച. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫിഖ്ഹിൽ വരാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് അഖീദയിൽ ഏതെല്ലാം വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരം നിർബന്ധമാക്കിയ വർഷം. എപ്പോഴാണ് നിസ്കാരം നിർബന്ധമാക്കിയത്? നുബുവത്തിൻ്റെ 11-ാം വർഷം റജബ് മാസം 27-ാം രാവിലാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. ഒന്നുകൂടെ നോക്കാം. നുബുവത്തിൻ്റെ 11-ാം വർഷം റജബ് മാസം 27-ാം രാവിലാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം, എത്ര വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം? അപ്പോൾ എത്ര വയസ്സായാലാണ് കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത്? എത്രയാണ്? 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, അല്ലേ? 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താക്കണം? അടിക്കുകയും ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ചോദ്യം, എത്ര വയസ്സായാലാണ് കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത്? എത്രയാണ്? 7 വയസ്സായാൽ. ഇനി അടുത്തത്, വെള്ളം എത്ര വിധമാണ്? 3 വിധം. അവിടെ 3 വിധം എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 വിധം? തഹൂർ, ത്വാഹിർ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? തഹൂറും ത്വാഹിറും പിന്നെ നജ്സും. ഇനി അടുത്ത 6ാമത്തെ പ്രവർത്തനമാണ് വിവരിക്കുക. അപ്പോൾ ഈ ത്വാഹിർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിവരിക്കണം. ത്വാഹിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധി ഉള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും അഥവാ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അതിനാണ് എന്തു പറയുക? ത്വാഹിർ എന്ന് പറയുക. അപ്പോൾ ഉദാഹരണം എന്തുപോലെ? തേങ്ങ വെള്ളം, ജ്യൂസ്, നാരങ്ങ വെള്ളം, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ത്വാഹിറിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് ചോദിക്കുന്നത് നജസ് എന്നത് വിവരിച്ചെഴുതാനാണ്. എന്താണ് നജസ്? സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുമില്ല,
അപ്പോൾ അതിനാണ് എന്ത് പറയുക, നജ്സ് എന്ന് പറയുക. ഉദാഹരണം മൂത്രം. ഇപ്പോൾ മൂത്രം കൊണ്ട് എന്തെങ്കിലും ശുദ്ധിയാവുമോ? ഇല്ലല്ലോ. അതുപോലെ ലഹരി ദ്രാവകം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴുകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് നജ്സ് എന്ന് പറഞ്ഞാൽ. സ്വയം ശുദ്ധി ഉണ്ടാവില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവും ഉണ്ടാവുകയില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. ഏതെല്ലാമാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ? 15 വയസ്സ് പൂർത്തിയാവുക, മനീയ് പുറപ്പെടുക, ഹൈദ് ഉണ്ടാവുക, ഹൈദും നിഫാസൊക്കെ ഉണ്ടാവുക. ഇതാണ് എന്തിൻ്റെ ഹൈദ് ഉണ്ടാവുക. ഇതാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. ഒന്നുകൂടെ നോക്കാം. 15 വയസ്സ് പൂർത്തിയാവുക, മനീയ് പുറപ്പെടുക, ഹൈദ് ഉണ്ടാവുക. ഇനി അടുത്തത് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ. അപ്പോൾ നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. 1 മുസ്ലിമാവുക, പിന്നെ പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക, അതുപോലെ ഹൈള് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. ഒന്നുകൂടെ നോക്കാം. മുസ്ലിമാവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക, ഹൈള് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉദാഹരണം എഴുതുക. അപ്പോൾ ഈ തഹൂർ എന്നതിൻ്റെ ഉദാഹരണം, തഹൂറായിട്ടുള്ള വെള്ളത്തിൻ്റെ ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് തഹൂറായിട്ടുള്ള വെള്ളത്തിന് ഉദാഹരണം? തഹൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം എന്താണ് തഹൂർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതിനുമാണ് തഹൂർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഉദാഹരണം മഴവെള്ളം, പുഴയിലെ വെള്ളം, കിണറിലെ വെള്ളം, കടലിലെ വെള്ളം, ഇതൊക്കെ എന്താണ്? തഹൂറിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് ത്വാഹിർ. അതിൻ്റെ ഉദാഹരണം ത്വാഹിർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് തേങ്ങ വെള്ളം, ജ്യൂസ്, നാരങ്ങ വെള്ളം. ഇനി അതുപോലെ തന്നെ മുഖഫഫിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. അപ്പോൾ അതാണ് മുഖഫഫിന് ഉദാഹരണം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.